ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഇതൊരു ജേണൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങുമാണ്. ജേണൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുടെയും എനർജിയായിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മൈൻഡിൽ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ വളരെ കൂളായിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്ങിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ആ ഒരു വ്യക്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് കാണിച്ചിട്ടുള്ളതിലും നിങ്ങളോട് ചെയ്തിട്ടുള്ളതിലും ഓരോന്നും അക്കമിട്ട് അയാളിപ്പോൾ സോറി പറയുന്നുണ്ട് അയാളുടെ ഉള്ളിൽ. അതുപോലെ തന്നെ അയാൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ശരിക്കും പറഞ്ഞാൽ. അയാൾ ഓരോ ദിവസവും നിങ്ങളോട് കാണിച്ചിട്ടുള്ളത്, നിങ്ങളോട് എന്ത് മിസ്റ്റേക്കാണോ അത് ഇയാൾ ചെയ്തിട്ടുള്ളത്, ആ കാര്യം ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്യൂവിൽ മാത്രമല്ല പ്രോബ്ലം ഉള്ളത്. ഇയാൾ അല്ലാതെ ഒരുപാട് മെൻ്റലിയൊക്കെ അയാൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. മേ ബി ചിലപ്പോൾ അയാളുടെ വേറെയുള്ള കാര്യങ്ങളും ഒക്കെ ട്രബിൾ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വിചാരങ്ങളും ഒക്കെയാണ് അയാളുടെ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാരമുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ചെയ്തത് മാത്രമല്ല, വേറെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഒരുപാട് സിറ്റുവേഷൻസൊക്കെ അയാൾ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരുപാട് പേടിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് കാണിച്ചിട്ടുള്ളതിലൊക്കെ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും അയാൾ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ അയാളുടെ മൈൻഡിൽ വരുന്നുണ്ട്. ഈ ചെറിയൊരു പ്രശ്നം പോലും അയാളിപ്പോൾ ഓർക്കുന്നുണ്ട്. അതിൽ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അയാൾ ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ അയാളിപ്പോൾ മനസ്സിലാക്കി അയാളിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഉള്ളൊരു ബോണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കര ഒരു ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന അത്രയ്ക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമൊക്കെ നിങ്ങൾക്കും ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ അതുപോലെ വലിയ ട്രബിളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷനാണ്. അയാളുടെ ജീവിതത്തിലും ഒക്കെ തന്നെ നിങ്ങളായിട്ട് ഒരുപാട് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ വിചാരിക്കാത്ത പോലുള്ള ഒരു എന്താ പറയുക, ഒരു യൂണിവേഴ്സൽ, അതായത് നിങ്ങളെ ഭഗവാൻ ഒന്നിപ്പിച്ചതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലത്തെ ഒരു എനർജിയൊക്കെ ആയിരുന്നു നിങ്ങളുടെ ഉള്ളിലും അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലും ഒക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിനോടൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു ടൈമൊക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചും ഒക്കെ ആ ഒരു പഴയ ടൈം നിങ്ങളൊരു പാസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ്സും അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ഓർക്കാറുണ്ട്. അന്ന് അത്രയും ഇതിൽ എന്നെ സ്നേഹിച്ചിരുന്നത്, അത്രയും ഇതിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷനാണ്, ഇപ്പോഴെന്താണ് പറ്റിയത് എന്നൊക്കെ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു മെമ്മറിയൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് അയാൾ കാണിച്ചിട്ടുള്ളതും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളതും ഒക്കെ. അതുപോലെ തന്നെ ഒരുപാട് ഒരു മ്യൂച്വൽ നല്ല രീതിയിലൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു. രണ്ടുപേരെയും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര ജെന്യുവനായിട്ടായിരുന്നു നിങ്ങൾ ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നത്. അത്രയ്ക്ക്, അതായത് എല്ലാ തരത്തിലും നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്നു. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു റിലേഷൻ ആയിരുന്നു ഇത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരു ചീറ്റിങ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നിങ്ങളറിയാതെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ആ ഒരു പേഴ്സൺ ഒളിപ്പിച്ചിട്ടുണ്ട്. അതിനെ രണ്ടിനെയും കൂടെ, അതായത് നിങ്ങളെയും ആ ഒരു കള്ളത്തരത്തിനെയും ഒക്കെ കൂടെ ആ ഒരു പേഴ്സൺ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ
ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് എന്തോ കാര്യം, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവത്തില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളറിയാതെ എന്തെങ്കിലും ഒരു കാര്യം അയാൾ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അയാൾ ഒരുപാട് മറച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുകയും അയാൾക്ക് ഡീപ്പായിട്ട്, അതായത് മറ്റേ ഒരു റിലേഷനിൽ അയാൾ എന്താണോ എന്തിനു വേണ്ടിയാണോ അയാൾ പോകുന്നത് അതിലോട്ടാണ് അയാൾക്ക് പോകാൻ കൂടുതൽ ആഗ്രഹവും ഒരു കണക്ഷനും തോന്നിയിട്ടുള്ളത്. അതിനുവേണ്ടി നിങ്ങളെ അയാൾ വേദനിപ്പിക്കും. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടുകൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനും കുറച്ച് വിള്ളൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കാവില്ല എന്നൊക്കെ ഓർത്ത് അയാളുടെ ഉള്ളിൽ തോന്നി തുടങ്ങി. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ശരിയാവില്ല എന്നൊക്കെ ഓർത്തിട്ടാണ് അയാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങളെ കൂടാതെ വേറെ എന്തോ ഒരു കാര്യത്തിനോട് കൂടെ ആ ഒരു പേഴ്സൺ അട്രാക്റ്റഡ് ആയിരുന്നു. അപ്പം ആ ഒരു കാര്യം ഇതും കൂടെ അയാൾ ആദ്യ സമയങ്ങളിൽ, അതല്ല ആ ഒരു കാര്യത്തിനോടൊരു ആഗ്രഹം തോന്നിയ സമയത്ത് ആ ഒരു പേഴ്സൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്ത് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ ചിലപ്പോൾ നിങ്ങൾ അറിയാതിരിക്കാനൊക്കെ വേണ്ടിയായിരിക്കാം. അപ്പം അതുകൊണ്ട് അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം അയാളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ വേണ്ടി. അപ്പം നിങ്ങളെയും ആ ഒരു അയാൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു മേ ബി പേഴ്സൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ജോലി ആയിരിക്കാം, വേറെ എന്തെങ്കിലും കള്ളത്തരങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്തോ ഒരു കാര്യം അതിനെ കൂടെ അയാൾ നിങ്ങളുടെ ഒപ്പം കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവത്തിന് വേണ്ടി. അങ്ങനെ നിങ്ങൾ തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് അയാളുടെ റിലേഷൻഷിപ്പിലോട്ട് അയാൾക്ക് എന്താണോ ആഗ്രഹം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിലോട്ട് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അയാൾ വിചാരിച്ച പോലെയൊന്നും ആയില്ല. അവിടെ ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് തോൽവികളൊക്കെ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പേഴ്സൺ. അപ്പോൾ അയാൾക്ക് അതൊക്കെ കൊണ്ട് അയാൾക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അയാൾ വിചാരിച്ച രീതിയിലൊന്നും ആരും അയാളെ കെയർ ചെയ്തില്ല, കണ്ടില്ല. അയാൾ വിചാരിച്ച പോലെയൊന്നും എല്ലാ കാര്യങ്ങളുണ്ടായിരുന്നത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ അയാളുടെ മനസ്സിന് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അയാൾ എന്താണോ ചെയ്തതെന്ന്. അപ്പോഴാണ് അയാൾക്കൊരു റിലേ ഉണ്ടായത്. അയാൾ എത്ര വലിയ മിസ്റ്റേക്കാണ് അയാൾ ചെയ്തിട്ടുള്ളതെന്ന ഒരു ബോധം അപ്പോഴാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്. അയാളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നത് കൊണ്ട് അയാൾ നിങ്ങളുടെ ആ ഒരു എനർജീനെ, ആ ഒരു പ്രസൻസ് ഒക്കെ അയാൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ആ ഒരു എനർജീനെ അയാൾ തിരിച്ചു വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലൊരു ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജി അയാൾക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അയാളുടെ ജോലി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാകാം, അല്ലെ അയാൾ ഒരു ഇഷ്ടത്തിന് പുറത്താണ് പോയെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതായത് അയാൾ ഇത്രയും നാൾ ജീവിച്ചിരുന്ന ലൈഫ് എങ്ങനെയായിരുന്നോ അത് കംപ്ലീറ്റ്ലി തകർന്ന് വേറൊരു രീതിയിലോട്ട് അയാളുടെ ലൈഫും ഫ്യൂച്ചറും എല്ലാം പോയി. അപ്പോൾ അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതെൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവുന്നത്. അപ്പോൾ അതിൽ നിന്നും അയാൾ ഒരുപാട് തെറ്റുകൾ മനസ്സിലാക്കി അയാൾ അതിനെപ്പറ്റി ഓർത്ത്, അതായത് നിങ്ങളോട് ചെയ്തിട്ടും അങ്ങനെ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അയാൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ്, നിങ്ങൾ എന്തുമാത്രം കുറ്റപ്പെടുത്തി, നിങ്ങൾ എന്തൊത്തോളം വിഷമിച്ചു എന്നൊക്കെ പറ്റിയൊക്കെ അയാൾ കൂടുതൽ ആലോചിക്കാനും അതിൽ നിന്നൊക്കെ അയാൾ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ചെയ്ത് അതിൽ നിന്ന് വെളിയിൽ വന്ന് നിങ്ങളെ ഫുൾ ടൈം നിങ്ങളെ സപ്പോർട്ട് ചെയ്തും അതോടൊപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കാനും, അതായത് നിങ്ങളിലേക്ക് കൂടുതൽ വരാനും ഒക്കെ അയാളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ മനസ്സിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്ന അതിന് വേണ്ടിയാണ്. നിങ്ങളോട് ചെയ്തിട്ടുള്ള വിഷമങ്ങളൊക്കെ ഓർത്തും അതിൽ നിന്നും അയാൾക്ക് ഒരു മുക്തി വേണം. നിങ്ങൾ ക്ഷമിക്കുമോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ അയാൾ സ്വയം അയാളെ തന്നെ കുറ്റപ്പെടുത്തുകയും അതിൽ നിന്നൊക്കെ അയാൾക്ക് റിലീസ് ചെയ്ത് അയാൾക്ക് നിങ്ങളിലോട്ട് വന്ന് കംപ്ലീറ്റ്ലി നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്നും നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ് വേണമെന്നും ഒക്കെ ഒരുപാട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ, അതായത് ഇനി അയാൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ അയാൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അയാൾക്ക് നിങ്ങളുമായിട്ടൊരു ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ഫാമിലി ആയിരിക്കും, അതല്ലെങ്കിൽ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻ ആയിരിക്കും. അയാൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതും കേൾക്കാതെയൊക്കെ അയാൾ പോയിട്ടുണ്ട്. അതിൽ നിന്ന് അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലോട്ട് തിരിച്ചു വരാനാണ്. അപ്പോൾ
നിങ്ങളോട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ അയാൾക്ക് ഉടനെ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അയാൾ സ്വന്തമായിട്ട് അയാളുടെ മനസ്സിലിട്ടുകൊണ്ട് അയാൾ തന്നെ അയാളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഈച്ച് ആൻഡ് എവറി കാര്യം അയാൾ ഓർത്ത് അയാളെ തന്നെ കുറ്റപ്പെടുത്തി അതിൽ നിന്നുമൊക്കെ റിലീസ് ചെയ്ത് നല്ല ഒരു രൂപത്തിൽ, അതായത് ഇനി അയാൾ ഇത്രയും നാൾ എങ്ങനെയായിരുന്നു നിങ്ങളോട് കാണിച്ചത്, അതായത് ആ ഒരു ബ്രേക്കപ്പ് ടൈമിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാറി ഒരു കംപ്ലീറ്റ്ലി നല്ലൊരു പേഴ്സൺ ആയിട്ട് അയാൾ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അയാൾ നിങ്ങളെ കംപ്ലീറ്റ്ലി, അത് നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളായിട്ട് മാത്രം അയാൾക്ക് ജീവിക്കണം എന്നൊരു വലിയൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി ഉള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സൺ വരും. പക്ഷേ നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടായിരുന്ന പോലെയല്ല, അതിലുമൊക്കെ കുറേ കൂടെ നല്ല ഒരു സ്നേഹത്തിലും നല്ല ഒരു എന്താ പറയുക ഒരു കെയറിങ്ങിലും ഒക്കെയാണ് ആ പേഴ്സണെ നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.